ലഹരി ഉപയോഗിച്ച് നടൻ ഷൈൻ ടോം ചാക്കോ സിനിമാ സെറ്റിൽ മോശമായി പെരുമാറിയെന്ന് നടി വിൻസി അലോഷ്യസ്. ഫിലിം ചേംബർ, സിനിമയുടെ ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റി എന്നിവർക്കാണ് പരാതി നൽകിയത്. സൂത്രവാക്യമെന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് മോശം അനുഭവം നേരിട്ടുവെന്നായിരുന്നു പരാതി. ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് തനിക്ക് മോശം അനുഭവം നേരിട്ടു. ജൂനിയർ ആർട്ടിസ്റ്റുകൾ പോലും വിഷമത്തോടെയാണ് സെറ്റിൽ നിന്ന് മടങ്ങിയത്. ഫിലിം ചേംബറിന്റെ കീഴിൽ മോണിറ്ററിംഗ് നടക്കുന്നുണ്ട്. അവരുടെ നിർദ്ദേശമനുസരിച്ചാണ് പരാതി നൽകിയതെന്നും വിൻസി അലോഷ്യസ് പറഞ്ഞു. ഞാൻ സംസാരിച്ചപ്പോൾ സജി നമ്പ്യാത്ത് എന്ന് പറയുന്ന ഒരു സാർ, ഫിലിം ചേംബറിന്റെ ആളാണ്. അപ്പം സജി നമ്പ്യാത്ത് സാർ, സജിത മഠത്തിൽ, അതുപോലെ തന്നെ റാണി എന്ന് പറയുന്ന ഈ വ്യക്തികളാണ് ഒരു പരാതി കൊടുക്കണം എന്നുള്ള ഇതിലോട്ട് വന്നത്. അപ്പം അങ്ങനെ പരാതി നമ്മൾ കൊടുത്തു എൻ്റെ എല്ലാ സംഘടനകൾക്കും. എങ്കിൽ മാത്രമാണ് അവർക്കൊരു സ്ട്രോങ് നടപടി എടുക്കാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ നിയമ നടപടി എന്നല്ല, നിയമ നടപടി എടുക്കില്ലെന്ന് ഞാൻ എടുക്കാൻ പോകുന്നില്ല. പക്ഷെ ഇൻസൈഡ് സിനിമ ഒരു സ്ട്രോങ് അവർക്കൊരു നടപടി എടുക്കണമെങ്കിൽ ദേ നീഡ് കംപ്ലൈന്റ്. തന്റെ അറിവിൽ ലഹരി ഉപയോഗിക്കുന്നവരോടൊപ്പം അഭിനയിക്കില്ല. ഷൈൻ ടോം ചാക്കോ നല്ല ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിന് മാറ്റമുണ്ടായാൽ കൂടെ അഭിനയിക്കും. പക്ഷേ മാറ്റം ബോധ്യപ്പെടണം. ഇയാളെ വെച്ചെടുക്കുന്ന കുറേ സിനിമകൾ ഇനിയും ഉണ്ടാവും. പകുതിക്ക് വെച്ച് നിൽക്കുന്ന സിനിമകളും റിലീസിന് ഒരുങ്ങിയിട്ടുള്ള സിനിമകളും ഉണ്ടാകും. ആ സിനിമയെ ബാധിക്കരുതല്ലോ. ഒരാൾ കാരണം ആ സിനിമയെ ബാധിക്കുന്നത് ന്യായമല്ല എന്ന് എനിക്ക് തോന്നി. എൻ്റെ ഒരു പരാതിയുടെ പുറത്ത് ആ സിനിമയെല്ലാം ബാധിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അവരോട് ചെയ്യുന്ന ഒരു അനീതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതൊന്ന്. രണ്ടാമത്, ഈ വ്യക്തിയെ ഇപ്പം എത്ര ഇത് ഉപയോഗിക്കുമെന്ന് എത്ര ആളുകളിലോട്ട് അറിയാമെങ്കിൽ പോലും ഞാനായിട്ടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നീട് അദ്ദേഹത്തിനൊരു മാറ്റം വന്ന് തിരിച്ച് സിനിമയിൽ കയറേണ്ട സമയത്ത് ആളുകൾ ഇങ്ങനെ മുദ്ര കുത്തുമ്പോൾ എനിക്കുള്ളൊരു എങ്ങനത്തെ കുറച്ച്, അല്ലെങ്കിൽ ആ ഒരു തൊഴിൽ നിഷേധിക്കപ്പെടും എന്നുള്ള എൻ്റെ ഒരു കുറച്ച് പേഴ്സണൽ തോട്ട്സ് ഉണ്ട്, ഐഡിയോളജീസ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴും ഇദ്ദേഹത്തിന്റെ പേര് പറയണ്ട എന്നുള്ളൊരു. തന്റെ പരാതി സിനിമയെ ബാധിക്കരുതെന്നും വിൻസി അലോഷ്യസ് പറഞ്ഞു. കൈരളി ന്യൂസ്, മലപ്പുറം.